കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെയിൻ്റനൻസ് കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കോടതി ഉത്തരവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് പറയാം, അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡ്യൂറിംഗ് ദി പെൻഡൻസി ഓഫ് ഡിവോഴ്സ് പെറ്റീഷൻ, maintenance should be decided as per the living standard enjoyed by wife during the marriage. Court may compare the standard of life, income source, properties, its possession, rights and liabilities of the husband while deciding മെയിൻ്റനൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറയുകയാണെങ്കിൽ ഭർത്താവ് ഭാര്യനെ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ പുറത്താക്കി പോയിട്ടുള്ള പാവപ്പെട്ട ഈ ഒരു സ്ത്രീക്ക് ജീവിക്കുവാനായിട്ട് മാർഗങ്ങളൊന്നുമില്ല. ഭർത്താവ് വളരെ വലിയ പണക്കാരനാണ്, അദ്ദേഹത്തിന് വളരെ വലിയ ഒരു ലിവിങ് സ്റ്റാൻഡേർഡാണ്, സോഷ്യൽ സ്റ്റാറ്റസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഈ ഒരു സ്ത്രീക്ക് സത്യസന്ധയായ ഭാര്യയ്ക്ക് കോടതിയിൽ പോയി കാര്യങ്ങൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഭർത്താവ് ഇപ്പോൾ ജീവിക്കുന്ന ലിവിങ് സ്റ്റാൻഡേർഡ് ഏതാണോ, സോഷ്യൽ സ്റ്റാറ്റസ് ഏതാണോ അതേപോലെ ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഭർത്താവ് ഈ പറയുന്ന ഡിവോഴ്സ് പ്രോസസ്സിൻ്റെ ഇടയിൽ തന്നെ ഒരുക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് എത്രയാണ് എന്നറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എങ്ങനെയായിരിക്കുമെന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ ഇൻകം സോഴ്സ്, അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ എന്തെല്ലാം വസ്തുക്കൾ കൈവശം വെച്ചിട്ടുണ്ട്, എന്തെല്ലാം ലയബിലിറ്റീസ് കടബാധ്യതകളുണ്ട് തുടങ്ങിയവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് കോടതിയിൽ നിന്നും മെയിൻ്റനൻസിൻ്റെ വിധി വരിക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ യാതൊരു വിധത്തിലുള്ള സംഭവങ്ങളും ഭാര്യയ്ക്ക് ലഭിക്കില്ല. അപ്പോൾ എന്താ പറയുക, ഭർത്താവിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉപേക്ഷിച്ച് പോവാത്ത സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അത് കിട്ടാതിരിക്കാനായിട്ട് ഭർത്താവ് എന്തൊക്കെയാണ് ചെയ്യേണ്ട പ്രിക്കോഷൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ് തരുന്നതായിരിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.